ഞങ്ങളിവിടെ മുൻഭാഗം പടവ് ചെയ്തിട്ട് ഈ ഒരു ലുക്കായിട്ട് കിട്ടിയത് തേക്കിലവിടെ ഇങ്ങനെ നിർത്താനുള്ളത് ക്ലിയർ അടിച്ചിട്ട് നിർത്താനുള്ള ഒരു പരിപാടിയാണ്. ബാക്കി ഉള്ളിലും ബാക്കിലും സൈഡിലൊക്കെ തേക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുന്നത്തെ വാതിൽക്കെട്ടുള്ള WPC ആണ് കേട്ടോ ഇത്. അതാണ് ഇവിടെ വേറൊരു പ്രത്യേകത പറയുമ്പോൾ ഇവിടെ എംബ്രിക്ക് ചരിച്ചിട്ടാട്ടോ വെച്ചത്. 6 ഇഞ്ച് വീതി കെട്ടുവണ്ണം 6 ഇഞ്ച് കിട്ടണുള്ളൂ. ആ രീതിയിലാണ് ഇവിടെ എംബ്രിക്ക് വെച്ചിട്ടുള്ളത്. സാധാരണ നമ്മൾ 8 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ കിടത്തിയാണ് വെക്കാറുള്ളത്. ഇവിടെ 6 ഇഞ്ച് വെക്കാൻ കാരണം ഇതിൻ്റെ എഞ്ചിനീയർ അഭിപ്രായത്തിൽ ഇതിന് നല്ല സ്ട്രോങ് ആണെന്നാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് എംബ്രിക്ക് കേട്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കല്ലിൻ്റെ ഉറപ്പ് എന്തായാലും അത്യാവശ്യം നല്ലൊരു കടുപ്പുള്ള കല്ലിൻ്റെ ഉറപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട് ഉറപ്പുണ്ടോയെന്ന്. ഉറപ്പുണ്ടെന്ന് ഞാൻ എല്ലാവരും പറയലുണ്ട്. ഇപ്പൊ അത് ഉറപ്പുണ്ട്. ഇനി സാധനം ഇതാണ് വരുന്നത്. ഇനി ഒരു 15-20 കൊല്ലം കഴിഞ്ഞാൽ എന്താന്നുള്ളത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് കാണുമ്പോൾ വെച്ച് നോക്കുന്ന കല്ലും ഇതും താരതമ്യം ചെയ്ത് ഇപ്പം നമ്മളൊരു അനുഭവത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൂപ്പര് കുറെ ഇതിനെ പറ്റി പഠിച്ച് കുറെ കാലം ഇതിന്റെ പിന്നാലെ നടന്നിട്ടാണ് ഈ ഒരു കട്ട എടുക്കാൻ കാരണം. ഹായ് നമസ്കാരം സുഹൃത്തുക്കളെന്ന് ഞങ്ങളൊരു പണി എംബ്രിക്കോണ്ട് പുതിയൊരു പടവ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് സൈറ്റ്. അപ്പോൾ മുന്നിൽ തന്നെ കുറേ എംബ്രിക്ക് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇത് 3ാമത്തെ ലോഡായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളിവിടെ പണി തുടങ്ങിയിട്ട് 5 വരെ വെച്ചിട്ടുണ്ട്. അപ്പം എംബ്രിക്കോണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ സംശയങ്ങളൊക്കെ ചോദിക്കണം. നമ്മൾ ഒരുപാട് പണി ഈ എംബ്രിക്കോണ്ട് ചെയ്തിട്ടുണ്ട്. 6 ഇഞ്ച് ഹൈറ്റ് വരണേ, 6 ഇഞ്ച് ഹൈറ്റും 8 ഇഞ്ച് വീതിയും ഒരടി നീളം വരണേ സാധാ എംബ്രിക്കാണ് ഇപ്പോൾ ഇവിടെ ചെയ്യണം കേട്ടോ. ഇതന്നെ പല സൈസിലും ഇപ്പോൾ ഇറങ്ങണം കേട്ടോ എംബ്രിക്ക്. 8 ഇഞ്ച് കല്ലിൻ്റെ അതേ സൈസിലുള്ള വരുന്നുണ്ട്. 8 ഇഞ്ച് ഹൈറ്റ് വരുന്ന എംബ്രിക്കും ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സൈസ് ആട്ടോ. അതാണ് കൂടുതൽ ഉറപ്പ് വരുന്നത്. മറ്റേത് കുറച്ചുകൂടി ഉറപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ 6 ഇഞ്ച് ഹൈറ്റ് വരുന്ന നല്ല മണ്ണിൻ്റെ നല്ല ചുവന്ന മണ്ണിൻ്റെ നല്ല ഉറപ്പുള്ള നല്ല സൂപ്പർ എംബ്രിക്കാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഷിഹാബ് കാക്കൻ്റെ വീടാണിത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ സുഖമല്ലേ? സുഖമാണ്. അപ്പോൾ നിങ്ങൾ മുന്നിൽ തന്നെ നല്ല WPCൻ്റെ ഡോർ ആക്കിയില്ലേ? WPC നിങ്ങൾ ഇതിനെ പറ്റി കുറേ പഠിച്ചിട്ട് ചെയ്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ ഡോറാട്ടോ. 1.20 1.20 1.20 2.10 വരുന്ന നല്ല വീതിയുള്ള, അതായത് 9 ഇഞ്ച് വീതി വരുന്ന ഡോറാണ്. മുന്നിൽ തന്നെ നല്ല ഇടുപ്പുള്ള നല്ല മരത്തിന്റെ കാണുമ്പോൾ മരമാക്കി മാറ്റും. പെയിന്റൊക്കെ അടിച്ച് ഇതിന് ഏകദേശം എത്ര കോസ്റ്റ് വരുന്നുണ്ട്? ഇത് ഏകദേശം 14,700 സംതിങ് ആയിട്ടുണ്ട്. ഇത് തീ പിടിക്കൂല, ചെതല് പിടിക്കൂല, വെള്ളമായാലും പ്രശ്നമില്ല, ഒന്നിനും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് വെക്കാനൊക്കെ വളരെ സിമ്പിൾ ആട്ടോ. സാധാരണ 2 പിന്തല മുകളിലും താഴെയും പിന്തല വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലാമ്പിന് ആണി വെക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് വെക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇതാ ക്ലാമ്പ് ചെറുതായിട്ടൊന്ന് ആണി കയറി തരാം ഉണ്ടോ. ചെറിയൊരു അടി അടിക്കുമ്പോഴേക്ക് ആണി സിമ്പിളായിട്ട് നിൽക്കേണ്ട. എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കയറിയാലും ആണി ഊരാനൊക്കെ ബുദ്ധിമുട്ട്. ആണിയൊക്കെ നല്ല രീതിയിൽ പിടിക്കാനുണ്ട്. അപ്പോൾ ക്ലാമ്പ് ഇവിടെ ഇതിൽ കല്ലുകളിൽ വെച്ചിട്ട് ആണി വെച്ചിട്ടാണ് ഞങ്ങളിവിടെ സാധാരണ ചെയ്യാറുള്ളത്. ഒക്കെ അതേപോലെ തന്നെ ഞങ്ങൾ മരം എങ്ങനെയാണോ വെക്കണോ അതേപോലെ തന്നെ മുന്നിലെ വാതിൽക്കെട്ടുള്ള WPCയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എംബ്രിക്കേ ഇവിടെ എടുത്തുനിന്നല്ലേ എടുത്ത് നിങ്ങൾ? എത്ര വന്നു ഇവിടെ ഒരു കട്ടക്ക്? ഇവിടെ ഒരു കട്ടക്ക് ഒരു 42 രൂപയ്ക്ക് ഇവിടെ ഇറക്കി തന്നെ. 42. അതായത് അവിടുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ 35 രൂപ. അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടുന്ന് ഞാൻ എടുത്ത് ബൈക്ക് മേലെ കൊണ്ടുവന്ന് അത് 35 രൂപ അടുത്ത് വാങ്ങി. ഓക്കെ, പക്ഷേ കുഴപ്പമില്ലാത്ത നല്ല കട്ടയാണ്. അതായത് ഈ എംബ്രിക്ക് ഒരുപാട് ദൂരത്തു നിന്നൊക്കെ എടുക്കണേ. നമ്മൾ ദൂരമുള്ള ആൾക്കാരൊക്കെ ഇത് എവിടെ കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ എടുത്തുനിന്ന് എവിടെ കിട്ടുന്നത് അതായിരിക്കും ലാഭം. ഇത് തന്നെ ഇപ്പോൾ 35 രൂപയ്ക്കാണ് കമ്പനിയിൽ വരുന്നത്. ഇവിടെ എത്തുമ്പോഴേക്ക് 40 രൂപ വരും, 42 രൂപ വരും ഇവിടെ ഇറക്കി തരും. അപ്പോൾ ദൂരം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റ് കൂടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എടുത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കണേ നല്ലത്. പിന്നെ നല്ല ഇതുപോലത്തെ ചുവന്ന മണ്ണിൻ്റെ കട്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അവർക്ക് ഏക്കർ കണക്കിന് കോറി ഉണ്ട്. ആ കോറി വേസ്റ്റിന്റെ മണ്ണിട്ട് നല്ല കുഴപ്പമില്ല, നല്ല മണ്ണാണ്. ഞാൻ പോയി പഠിച്ചു. മാത്രമല്ല ഞാൻ അവിടെ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കോറി മണ്ണ് ഇതെല്ലാം കണ്ട് പഠിച്ചത്. പിന്നെ രണ്ടാമത് ഞാൻ സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് അവിടെ സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ കമ്പനി ഇത് അടിക്കുന്ന കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഓൾറെഡി ഹൈദരാബാദ് എത്ര 2 ടോറസ് പോവാണ്ട്. കുറെ കാലം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നോക്കിയില്ലേ? വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ ഈ ഉറപ്പ് തന്നെ കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഞാൻ അന്ന് കൊണ്ടുവന്ന കല്ല് ഇവിടെ ഉണ്ട്. ഹൈറ്റ് ഒരു കട്ട കൊണ്ട് തന്നെ 8 ഇഞ്ച് ഹൈറ്റ് കിട്ടുന്നുണ്ട്. മറ്റേ ഒരു കട്ട വെച്ചാൽ 6 ഇഞ്ച് ഹൈറ്റ് കിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടാണ് ഈ പടവ് തുടങ്ങിയിട്ടുള്ളത്. അതായത് ഈ മുന്നിലെ ഭാഗത ഞങ്ങൾ പടവ് ചെയ്തപ്പോൾ ഈ ഒരു ലെവലിലായിട്ട് കിട്ടിയത്. ഇവിടെ ഞങ്ങൾ തേക്കാത്ത രീതിയിൽ ഇതിൽ നേരിട്ട് ക്ലിയർ ആയിട്ട് അടിച്ചാൽ മതി. സാധാരണ നമ്മൾ ചെങ്കല്ലുകൊണ്ടൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഗ്രൂട്ട് ചെങ്കല്ലുകൊണ്ട് നമ്മൾ ഒരുപാട് വീട് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ആ കല്ല് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ കുറച്ച് റഫായ ഭാഗങ്ങളും അങ്ങനെ പൊന്തി നിൽക്കുന്ന താഴ്ന്നു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ എംബ്രിക്കോണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഗ്രൂട്ട് പടുത്തതിന് ശേഷം ജസ്റ്റ് ക്ലിയർ അടിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ ആ ഒരു
അരഞ്ചിൻ്റെ റീപ്പർ ഉണ്ടല്ലോ, ആ റീപ്പർ വെച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഗ്രൂട്ടിനാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അരഞ്ചിൻ്റെ ഗ്രൂട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പടവ് ചെയ്തിട്ട് ഈ ലെവലിലാണ് കിട്ടിയത്. ഇത് ഇനി ലാസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിംഗ് വർക്ക് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ക്ലിയർ അടിക്കുക എന്നുള്ള പണി മാത്രമാണ് മുൻഭാഗത്ത് ചെയ്യുന്നത്. ഉള്ളിൽ നിങ്ങൾ പുട്ടിടാനുള്ള ഒരു ഉദ്ദേശം അല്ലേ? അതെ അതെ, ഒന്നൊക്കെ പുട്ടി അതെല്ലാം ജിപ്സം പ്ലാസ്റ്ററിങ് അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. തേപ്പ് ഏതായാലും ഉണ്ടാവില്ല. തേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഡയറക്റ്റ് പുട്ടിടാം. ഇപ്പോൾ ഒരു സുഹൃത്തുണ്ട് ഇതിന്റെ പെയിന്റിങ്ങിന്റെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ പുട്ടിട്ട് റെഡിയാക്കി തരാന്നാണ്. അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം നല്ല ക്ലിയർ തന്നെ കിട്ടുന്നുണ്ട്. കാരണം ഇത് സൈസ് ഉണ്ടല്ലോ, ഒരേപോലത്തെ സൈസ് ആണല്ലോ. അതൊരു അച്ചിൽ വരുന്ന കട്ട ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വീതിയും കനൊക്കെ ഒരേ കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറ റെഡി ആക്കിയാലും ഉള്ളു അതേപോലെ തന്നെ കറക്റ്റ് ലെവലായിരിക്കും. ചെങ്കല്ലാകുമ്പോൾ ചില കല്ലിൽ കുറച്ച് വ്യത്യാസം വരും. ചില പൊന്തി നിൽക്കുന്നതുകൊണ്ട് എന്തായാലും തേക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഉള്ളും അതേപോലെ തന്നെ ഇതിൽ ഡയറക്റ്റ് നിങ്ങൾ പുട്ടിയിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു വീട്ടിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വാതിലും ജനലൊക്കെ സ്റ്റീലിൻ്റെ ആട്ടോ വന്നത്. കോൺക്രീറ്റ് നിറക്കേണ്ട ഒരു ആവശ്യം വരണ്ട കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കോൺക്രീറ്റ് നിറച്ചിട്ട് ഇത് വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇത് പടവ് ചെയ്ത് ഏകദേശം ഒരു ലെവൽ ആയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ സിമെൻറ്റ്, നല്ല സ്ട്രോങ് സിമെൻറ്റ് ഇതിൽ നിറച്ചിട്ട് ഫില്ലാക്കും. ഇതൊക്കെ ഫില്ലാക്കും. അപ്പോൾ ഈ ഒരു ക്ലാമ്പ് കൂടെ വരുന്നുണ്ട്. ഇത് കല്ലിൻ്റെ ഉള്ളിൽ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വെക്കണോണ്ട് തന്നെ ഈ സ്റ്റീലിൻ്റെ വാതിൽ വെക്കുകയാണെങ്കിൽ എന്തായാലും പടവിൻ്റെ കൂടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഉറപ്പിന് നല്ലത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ സ്റ്റീലിൻ്റെ വാതിലൂടെ ഇതിൻ്റെ കൂടെ വെക്കേണ്ടി. ഇതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ജനൽ. ഇതിന് ഏകദേശം എത്ര വരേണ്ടത്? ഏകദേശം ഒരു 10-12 രൂപ വരില്ലേ? ഒരു 10-12 രൂപ. ടാറ്റ സ്റ്റീൽ തന്നെയല്ലേ? ടാറ്റ സ്റ്റീൽ ഫ്രെയിം അടക്കം. അപ്പോൾ ഈ ഫ്രെയിം അടക്കം വരുന്നത് ഇതിനൊരു റീപ്പർ ഇവിടെ വരുന്നുണ്ട്. ഈ റീപ്പർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതവിടെയൊക്കെ ഫുള്ളായിട്ട് ജനൽ സ്റ്റീലായിട്ട് വെക്കാൻ പോണത്. അപ്പോൾ അതിന് ഒരു റീപ്പർ വരുന്നുണ്ട്. ഇതിൻ്റെ പുളി അടക്കം വരുന്നതാണ്. പൊടി ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് ഈ സ്ക്രൂ കൊണ്ട് ഊരിയതിന് ശേഷം ഇതിൽ ഗ്ലാസ് ഇട്ടിട്ട് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം അത്ര പണി വരുന്നുള്ളൂ. ഒരു ഗ്ലാസ് ഇടേണ്ട ഒരു പണി മാത്രമേ ഇതിൽ ലാസ്റ്റ് വരുന്നുള്ളൂ. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുളി അടക്കമുള്ള വരുന്നതാണ്. അപ്പോൾ 10-12 രൂപേൻ്റെ ചോടായിട്ട് നമ്മൾ ജനലിൻ്റെ എല്ലാ പണിയും ഏകദേശം കഴിയുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഈ ഗ്യാപ്പിലൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ട് ഞങ്ങൾ ഇതിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് വെച്ചിട്ടുണ്ടോ. അതിപ്പോൾ തല തിരിച്ച് വെച്ചതിൻ്റെ ശേഷം അവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഇട്ട്. അപ്പം ഇത് അടിഭാഗമാണ്, ഇതിൻ്റെ താഴെ ഭാഗമാണ് വരുന്നത്. അത് ഇതിൻ്റെ മുകളിൽ വെക്കും. ഈ ഒരു കട്ടേൻ്റെ മുകളിൽ ഇവിടെ വെക്കും. കയറിട്ട് ടൈറ്റാക്കി ലെവലാക്കി വാട്ടർ ലെവലും എല്ലാ ലെവലും നോക്കി വെക്കും. സൈഡിൽ വെക്കണതനുസരിച്ച് കോൺക്രീറ്റ് ഇറക്കിയിട്ട് ഫില്ലാക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ വാതിൽ, സ്റ്റീലിൻ്റെ ഡോറ്, മുന്നിൽ WPCൻ്റെ വലിയ വാതിൽ, അതേപോലെ തന്നെ ബാക്കിലും WPC. ഇത് WPCൻ്റെ നോർമൽ വാതിൽ കേട്ടോ. ഇതിനൊക്കെ ക്ലാമ്പ് കൊടുക്കുക. ഇവിടെയൊക്കെ ക്ലാമ്പ് കൊടുക്കും. നല്ല ആണി നന്നാക്കി കയറുന്നുണ്ട്. അപ്പോൾ ക്ലാമ്പ് കൊടുത്തിട്ടുള്ള ഒരു പരിപാടി. ഇതിന് ഏകദേശം എത്ര വരും ഇതിനൊക്കെ? അതിന് 8 രൂപേൻ്റെ അടുത്ത് വരുള്ളൂ കേട്ടോ. ഇത് സംഭവം വെച്ചാൽ അത് കേട് വരില്ല എന്നുള്ളതാണ്. ഇതിന് മരത്തിനെ പോലെ കുത്തലോ പിന്നെ ദ്രവിച്ചു പോലെ ഒന്നും വരില്ല എന്നുള്ളതാണ് WPCൻ്റെ ഒരു മെച്ചമുള്ളത്. സംഭവം ആശാരിമാര് കറക്റ്റായിട്ട് ഉള്ളികൊണ്ടൊക്കെ പണിയെടുക്കണതാണ്. പീസ് വരുന്നതാണ്. WPCൻ്റെ പീസാണ് വരുന്നത്. യൂണിറ്റിന്ന് വല്ല സെറ്റ് ചെയ്തിട്ട് നേരെ വണ്ടി കയറ്റി വിടും. നമ്മളിവിടെ എടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. ആശാരി ഷെഡിന്ന് മരം വരുന്ന പോലെ തന്നെ ഒരു സെറ്റ് ചെയ്താൽ അവിടെ കയറ്റി വിടും. നമ്മളെ അളവ് പറഞ്ഞെടുത്താൽ മതി. നമ്മൾ എഞ്ചിനീയർ തന്ന അളവ് നേരെ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്ത് അവരെ ഫുള്ള് ഫിറ്റ് ചെയ്താണ്ട് അവിടെ നിന്ന് വിട്ട് ഞങ്ങൾ ഇതേമാതിരി മരത്തിന്റെ വാതിൽ വെക്കണ പോലെ അത്രേ ഉള്ളൂ. മരത്തിന്റെ പണി മരത്തിന്റെ ആശാരിമാർക്ക് പണി ഉണ്ടാവില്ല അല്ലെ. അപ്പോൾ ചെറിയൊരു പീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. എംബ്രിക്കിന്റെ ഞങ്ങൾ മുറിച്ച ഒരു പീസ് ഇവിടെ വരുന്നത് ജനലിന്റെ ഹൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. അപ്പോൾ അത് ഇതിന്റെ മുകളിലാണ് ഞങ്ങൾക്ക് ഇവിടെ ജനൽ വരിക. ഇത് മുന്നത്തെ സ്റ്റീലിൻ്റെ അല്ലേ? മുന്നത്തെ സ്റ്റീലാണ്. അപ്പോൾ നമ്മൾ ജിജിൽ ഭായ് ഇവിടെ പണി തുടങ്ങി കേട്ടോ. നമുക്ക് ഇവിടെ കുറച്ച് തിരക്കായതുകൊണ്ട് ജിജിൽ ഭായ് ഉണ്ടാവും, നമുക്ക് പേടിക്കാമെന്നില്ല. മൂപ്പരുടെ എന്താ വെച്ചാൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നിന്നാൽ മതി. ഓക്കെ. ഇതിലപ്പോൾ മൊത്തം പീസ വരുന്നില്ലേ? ഈ ഒരു കനം വരും അല്ലേ? ഇതിപ്പോൾ 10 വരി കൊണ്ട് കറക്റ്റ് ഹൈറ്റ് ഇട്ടില്ലേ? ഹൈറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് കറക്റ്റായി നോക്കിയിട്ട് അവിടെ 5 വരി വെച്ചിട്ടുണ്ട്. 5 വരി വെച്ചപ്പോൾ ഈ വാതിലിൻ്റെ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി 5 വരിയും കൂടി വെച്ചാൽ 10 വരിയായി. 10 വരി കൊണ്ട് 2.10 ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. 2.10 ഹൈറ്റ് റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിലാണ് ലിൻഡിൽ വരിക, മൊത്തമായിട്ട് ലിൻഡിൽ വരിക. ഇവിടെ ചെറിയൊരു ഇതുണ്ടാവും അല്ലേ ജിജിലെ? ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും അല്ലേ? ഇവിടെ ഒരു പില്ലർമാരി ഇങ്ങനെ അതൊരു ഡിസൈൻ ആക്കി ഇങ്ങനെ കൊടുക്കാം. കാരണം നിങ്ങൾ നീളത്തിൽ പോകും. പിന്നെ അടുത്ത കല്ല് ഒരു ഇങ്ങനെ ഒരു നീട്ടും ഒരു പീസും വരും. ഇവിടെ ഒരു വിൻഡോ വരാണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ 8 ഇഞ്ചിന്റെ ചുമര് 6 ഇഞ്ചാക്കി മാറ്റിയപ്പോൾ ഇവിടെ ചെറിയൊരു ഇത് വന്നതാണ്. അതൊരു ഡിസൈൻ ആക്കി മാറ്റാമെന്ന് മാത്രം. അപ്പോൾ 6 ഇഞ്ച് ആക്കിയോണ്ട് തന്നെ കുറച്ച് നമുക്ക് ഒരുപാട് കട്ട കുറവായി കിട്ടി. ഒരു വരി കുറഞ്ഞു കിട്ടി. സാധാ ഒരു നോർമൽ വീട് കേട്ടോ. ചെറിയൊരു വീട്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കി? ഇത് 900 സംതിങ് ഉള്ള ചെറിയൊരു നോർമൽ നല്ലൊരു വീട്. അതായത് നല്ലൊരു വീട് പറഞ്ഞാൽ 2 ബെഡ്റൂം, 2 ബെഡ്റൂം, ഒരു കിച്ചണ്,
അത് 2 ബെഡ്റൂം കേട്ടോ. ആ കാണുന്ന 2 ബെഡ്റൂം, അതിലേക്ക് ബാത്റൂം ഉണ്ട്, ഒരു കിച്ചണും. ഡൈനിങ് ഏരിയ ഇവിടെയാണ്. അവിടെ നമുക്കൊരു ലിവിംഗ് ആണ്, അവിടെയൊക്കെ സോഫയൊക്കെ അവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. പടവിയുള്ള സാധനം എന്ന് പറയുമ്പോൾ കേട്ടോ 1/2 ഇഞ്ചിൻ്റെ ഈ റീപ്പർ ഇങ്ങനെ വെച്ചതിന് ശേഷത്തിൽ മസാല നിരത്തിയിട്ട് കറക്റ്റ് മസാല നിരത്തിയിട്ട് ഇങ്ങനെ ചെയ്താൽ സംഭവം സിമ്പിളാവും കേട്ടോ. ഇതാ ഈ 1/2 ഇഞ്ചിൻ്റെ റീപ്പർ, ഇത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വെച്ചിട്ട് മസാല നിരത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് കാണിച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ ഇങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പടവ് ചെയ്തിട്ടുള്ള പീസാൻഡോണ്ട് കേട്ടോ. ഒരു ലോഡ് പീസാൻഡ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു പീസാൻഡോണ്ട് ആകുമ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് പീസാൻഡ് ഉപയോഗിക്കാൻ കാരണം. അപ്പോൾ ഇതിന് കട്ട് ചെയ്യാനൊക്കെ സാധാ നമ്മളെ ഹാൻഡ് കട്ടർ ഇല്ലേ, അതുകൊണ്ട് തന്നെ 5 ഇഞ്ച് ബ്ലേഡ് ഇട്ടാൽ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ഈ ഒരു കട്ട് ചെയ്തിട്ട് അത് ചെറിയ പീസൊക്കെ അതുകൊണ്ട് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബ്ലേഡ് കൊണ്ടാണ് സാധാരണ നമ്മളെ ആങ്കിൾ കട്ടർ ഇല്ലേ, അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഫുള്ള് കട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു മരം ഉണ്ട്. ഈ ഒരു മരം അപ്പോൾ അങ്ങനെ കാണാത്തൊരു സംഭവം കേട്ടോ. ഈന്തിൻ്റെ ഇവിടെ നിലനിർത്തി കേട്ടോ, മുറിക്കാതെ ഇവിടെ നിലനിർത്തിയാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ വീടുകളിലൊക്കെ ഗാർഡനൊക്കെ ചെയ്യണ സമയത്ത് ഇതിൻ്റെ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു കേട്ടോ ആൾക്കാർ. പണ്ടൊക്കെ ഒഴിവാക്കിയിരുന്ന സംഭവമാണ്. ഇപ്പോൾ ഇത് വംശനാശം ഭീഷണിയുള്ളൊരു മരമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിവിടെ നിലനിർത്തിയിട്ട് ഇവിടെ ഈ മുറിക്കാതെ അവിടെ വെച്ച സംഭവമാണിത്. WPCൻ്റെ ഡോർ ഞങ്ങൾ ആദ്യമായിട്ട് വെക്കുകയാണ്. ബാക്കി സ്റ്റീലും ഈ എംബ്രിക്കും ഇതൊക്കെ ഞങ്ങൾ സാധാരണ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. 5 വരെ ആയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു വിശേഷം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉപകാരപ്പെടുന്നതായിരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.